എന്താ കാണണമെന്ന് പറഞ്ഞു? ഏയ് ഒന്നുമില്ല. ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി. നിന്നോടൊരു സോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹേയ് അതൊന്നും സാരമില്ല. 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ സെക്രട്ടറി പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ പിന്നെ പരിപാടി തുടങ്ങാമല്ലോ. പിന്നെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറയല്ല, എനിക്ക് ചില കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട് വീട്ടിൽ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പെണ്ണ് കാണാൻ വരുന്നവർക്ക് നീ സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ അവരാരും ആ ഏരിയയിലേക്ക് വരില്ല. എന്റെ കൈ കൊണ്ടൊന്നും തന്നാണ്ടല്ലോ. നീ ഒന്ന് സമാധാനിക്കേ. ആ ഫാക്ടറി ഒന്ന് തുടങ്ങിക്കോട്ടെ. എന്നിട്ട് സുകുമാരൻ നായരുടെ നേരെ ഒരു വരവല്ലേ, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന് ചോദിച്ചു. തരില്ലടാ തെണ്ടീന്ന് പറയും. അങ്ങനെ പറഞ്ഞ പോടാ തെണ്ടീന്നും പറഞ്ഞ് നിന്നെയും കൂട്ടി നേരെ പാർട്ടി ഓഫീസിലേക്ക് ഒരു പോക്കാം. എന്നിട്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഞാനൊരു പുഷ്പാഹാരം അങ്ങോട്ട് അണിയിക്കും, കുട്ടി ഒരു പുഷ്പാഹാരം ഇങ്ങോട്ട് അണിയിക്കും. പാർട്ടി സഖാക്കൾ പാർട്ടി സൂക്തങ്ങൾ ഉച്ചത്തൊരുവിടും. പിന്നെ ഒരു നാരങ്ങ വെള്ളം, 2 ടൈഗർ ബിസ്ക്കറ്റ്. കല്യാണം കഴിഞ്ഞു. കൺഗ്രാറ്റ്സ്. അയ്യടാ, എന്റെ പട്ടി വരും നാരങ്ങ വെള്ളം ബിസ്ക്കറ്റും കഴിക്കാൻ. നല്ല കാശ് മുടക്കി ഗംഭീരായിട്ട് കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ മാത്രം വന്നാ മതി വിളിക്കാൻ. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, മോള് തൽക്കാലം വീട്ടിലേക്ക് ചെല്ല്. ഞാനിതെല്ലാം ശരിയാക്കിയിട്ട് ഷടേന്ന് അങ്ങോട്ട് വരാം. വന്നാ നിനക്ക് കൊള്ളാം. എന്ത് തല്ലോ. പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം ഉണ്ട് സാർ. ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് എവിടാടോ? അതിലുണ്ട് സാർ. ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് എന്താ ഉറപ്പ്? അങ്ങനെയൊക്കെ ചോദിച്ചാ താൻ പോയി അടുത്ത ആഴ്ച വാ, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കാം. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. ഇപ്പൊ തന്നെ ബാങ്ക് ലോണിന്റെ 2 മാസം അടവ് പെൻഡിങ്ങിലാ. താൻ ലോൺ അടയ്ക്കാത്തതിന് ഞാൻ എന്നാ പഴിച്ചു? സാർ, സാറിന്റെ ഒരു ഒപ്പ് മതി. കൈയടിക്കണോ? ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഓ പിന്നെ താൻ എന്നെ അങ്ങനെ സുഖിപ്പിച്ച കാര്യം നേടാൻ നോക്കണ്ട. എടോ, തന്റെ ഫാക്ടറി മൂലം ചുറ്റുവട്ടത്തുള്ള കിണറുകളും തോടുകളും മലിനപ്പെടുന്നില്ല എന്നും ജനങ്ങൾക്ക് വായുവിലൂടെയോ ജലത്തിലൂടെയോ മണ്ണിലൂടെയോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാലേ തനിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ. സാർ, ഈ കൊച്ചു കേരളത്തിൽ പുഴയോരത്തും ജനവാസ കേന്ദ്രങ്ങളിലും ഒക്കെ ആയിട്ട് കീടനാശിനി ഫാക്ടറികൾ വരെ പ്രവർത്തിക്കുന്നുള്ളൂ. അതിനൊന്നുമില്ലാത്ത പ്രശ്നം കുറച്ച് തേങ്ങയും കുറച്ച് കുരുമുളക് ഉണക്കി ശേഖരിക്കുന്നതിന്റെ കൊച്ചു കമ്പനിയിൽ എങ്ങനെ ഉണ്ടാവാനാ സാർ? ബിജു സാറേ, ബിജു സാർ, ഈ സാറന്മാര് നമ്മളെ നിയമം പഠിപ്പിക്കാൻ വന്നതാ. നമ്മുടെ നിയമം എന്താണെന്ന് സാറൊന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എടോ, താൻ ആദ്യം പോയി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെയും അനുമതി മേടിച്ചോണ്ട് വാ. എന്നിട്ട് ഞങ്ങൾ വന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കും. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം തന്റെ ഫാക്ടറി തുടങ്ങണോ വേണ്ടയോ എന്ന്. സർ പ്ലീസ്. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിട്ട് എന്നിട്ടും പോട്ടെ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.